ചൈൽഡ്ഹുഡ് ഇഷ്യൂ റിലേറ്റഡ് കുറേ സൈക്കോളജിക്കൽ ഇതുണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് യങ് ഏജിൽ തന്നെ അതൊന്നുമല്ല, ഒരുപാട് പേഷ്യൻ്റ് ഉള്ളതാണ് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഈവൻ ലവ് മാരേജ് കണ്ടേക്കണ ED-യിൽ ഈ ഇങ്ങനത്തെ യങ് കപ്പിൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് 1 മാസം കഴിഞ്ഞു, 2 മാസം ഇവർ വെയിറ്റ് ചെയ്തിരിക്കുക, 3 വർഷം കഴിഞ്ഞു, 5 വർഷം, ഒന്നുമില്ല, യാതൊരു ഡിസയറും ഇറക്ഷനും ഭാര്യ എടുത്ത് വരാത്ത കേസുകൾ. അങ്ങനത്തെ കേസുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് കുറേ കേസിൽ കിട്ടിയേക്കണത് ചൈൽഡ്ഹുഡ് ഇഷ്യൂസിൽ കിട്ടിയത് പേരൻസ് വളർത്താതെ മറ്റേ ഗ്രാൻഡ് പാരൻസ് വളർത്തിയത്, ബോർഡിങ്ങിൽ നിന്നത്, ഇല്ലെങ്കിൽ പേരൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വഴക്ക് തല്ലുപിടിക്കുന്ന ആൾക്കാർ, അവർ കണക്റ്റഡ് അല്ലാത്ത ആൾക്കാർ, അതായത് അവർ സ്നേഹം ഒട്ടും പ്രകടിപ്പിക്കാത്ത ആൾക്കാർ, അമ്മമാർ കുട്ടികളെ നെഗ്ലക്റ്റ് ചെയ്ത്. അപ്പം അങ്ങനെയുള്ള കേസുകൾ ഇവർ സൈക്കോളജിക്കലി ഇവർ വളർന്നു വരുമ്പോൾ സെക്ഷുവൽ പ്രോബ്ലം, മെയിനായിട്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പ്രത്യേകിച്ച് കല്യാണത്തിന് ശേഷം, അത് വളരെ ഒരു സ്ട്രേഞ്ച് സാധനമാണ്. നമ്മൾ കാണുന്നതിലൊരു വലിയ ശതമാനം അവർ പറയുന്നത് ലവ് മാരേജ് ആണ്. ആ ഒരു കാലയളവിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞ ഡേ മുതൽ ഇല്ല, ഇറക്ഷനില്ല, സ്വന്തമാക്കിയപ്പോൾ എല്ലാം പോയി. അപ്പം അതിനകത്ത് സെക്ഷുവൽ റീസൺസും ഉണ്ട് വേറെ. അപ്പം ഇതിൽ മെയിൻലി തെറാപ്പി തന്നെയാണ്.